Today we can study matrix. What is a matrix? Matrix is a rectangular arrangement of numbers arranged in rows and columns. As an example, we can write this way. Here, in this square bracket, we are arranging the numbers. Now the numbers are 3, 4, 2, then 8, 7, 5. Now it is a matrix because here the numbers 3, 4, 2, 8, 7, 5 that are arranged in rows and columns. These are known as rows. Okay, horizontally നമ്മൾ എഴുതുന്നതാണ് rows. ഇനി കോളം ആയിട്ട് എഴുതുന്നത് വെർട്ടിക്കലി എഴുതുന്നത് that are known as columns. Okay, അപ്പം horizontally വരുന്നത് rows and ഇങ്ങനെ vertically വരുന്നത് that is columns. In this matrix we can see how many rows are here? 1, 2 rows and columns 1, 2, 3 columns. So we can say order of this matrix that is 2 by 3. Order of the matrix is 2 by 3. This 2 means that is the number of rows and 3 is number of columns. ഇവിടെ 2 റോസും 3 കോളംസും ഉള്ളത് അതുകൊണ്ട് ഈ മെട്രിക്സ് ഒരു 2 by 3 മെട്രിക്സ് ആണെന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മെട്രിക്സിന്റെ ഓർഡർ 4 by 5 എന്ന് എഴുതിയാൽ അതിന്റെ മീനിങ് എന്താ? ആ മെട്രിക്സിൽ 4 റോസ് ഉണ്ട്, 5 കോളംസ് ആയിരിക്കും ഉള്ളത്. മനസ്സിലായോ? അപ്പം ഇതാണ് മെട്രിക്സ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. ദാറ്റ് ഈസ് ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും. ഇതിനകത്ത് നമ്പർ ഓഫ് റോസ് ആണ് നമ്മൾ ഓർഡറിൽ ആദ്യം എഴുതുന്നത്, നമ്പർ ഓഫ് കോളംസ് രണ്ടാമത്. ഓക്കെ, നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ദാറ്റ് ഈസ് നോൺ ആസ് ഓർഡർ. നമ്മളിത് വായിക്കുന്നത് എഴുതുന്നത് 2 into 3 എന്നാണെങ്കിലും വായിക്കുന്നത് 2 by 3. Now the order of this matrix is 2 by 3. Okay, now we can see different types of matrix are there. Different types of matrix. So next one, types of matrix. Types of matrix. Okay. Now, first we can say a matrix if it contain only one row. That type of matrix is known as row matrix. അതായത് മെട്രിക്സിനകത്ത് ഒരു റോ മാത്രം ഉള്ളെങ്കിൽ ആ മെട്രിക്സിനെയാണ് നമ്മൾ പറഞ്ഞത് റോ മെട്രിക്സ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ എഴുതി 3, 0, 5. ഈ മെട്രിക്സിനകത്ത് ആകെ ഒരു റോ മാത്രമേ ഉള്ളൂ. സോ ദീസ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആർ നോൺ ആസ് റോ മെട്രിക്സ്. റോ മാത്രം, ഒരു റോ മാത്രമുള്ള മെട്രിക്സ് ആണ് റോ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെ എന്ത് പറയും? ദാറ്റ് ഈസ് നോൺ ആസ് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓൺലി 1 റോ. അപ്പം എലമെന്റ്സ് ഇങ്ങനെയായിരിക്കും 4, 3, 1. ഓക്കെ, ഇവിടെ റോസ് 3 ഉണ്ട്, ബട്ട് കോളം ഒന്നേ ഉള്ളൂ. അപ്പം ഈ ടൈപ്പ് മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. ഇനി അടുത്ത ടൈപ്പ് മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സിന്റെ ഷേപ്പ് ഒരു സ്ക്വയർ പോലെ ഇരിക്കും. അതായത് നമ്പർ ഓഫ് റോസും കോളംസും സെയിം ആയിട്ട് വരും. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതി 4, 0, 0, 5. ഈ മെട്രിക്സിനകത്ത് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് സെയിം ആണ്. ദാറ്റ് ഈസ് ഇതൊരു 2 by 2 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. ഇനി 2 by 2 മാത്രമല്ല 3 by 3 മെട്രിക്സ് അല്ലെങ്കിൽ 4 by 4 മെട്രിക്സ്, അതെല്ലാം സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിളാണ്. എന്തായാലും നമ്പർ ഓഫ് റോസും കോളംസും സെയിം ആയിട്ട് വരണം. ആ ടൈപ്പ് മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ
ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. ദാറ്റ് ഈസ് റെക്റ്റാങ്കുലർ മെട്രിക്സ്. അപ്പോൾ റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Rectangular matrix, that is fourth type of matrix. Rectangular matrix. അവിടെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് സെയിം ആയിരിക്കില്ല അല്ലെ. സ്ക്വയർ മെട്രിക്സിനകത്ത് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് 2x2 മെട്രിക്സ് അല്ലെ 3x3 മെട്രിക്സ് ഒക്കെ സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പം അതിനകത്ത് നമ്പർ ഓഫ് റോസും കോളംസും സെയിം ആയിരിക്കില്ല. എക്സാമ്പിൾ 8 3 4 then 2 5 1. ഇവിടെ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2x3 2 റോസും 3 കോളംസും ഉള്ളത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് സെയിം അല്ല. ഇങ്ങനെയുള്ള മെട്രിക്സ് ആണ് സ്ക്വയർ റെക്റ്റാങ്കുലർ മെട്രിക്സ്. ഇത് കണ്ടാൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലല്ലേ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അതാണ് റെക്റ്റാങ്കുലർ മെട്രിക്സ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 1/5 അതൊരു റെക്റ്റാങ്കുലർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ 2/7 2/4 ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ, അതായത് നമ്പർ ഓഫ് റോസും കോളംസും സെയിം ആകരുത്. ആ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് റെക്റ്റാങ്കുലർ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് മെട്രിക്സ് നോക്കാം. ഫിഫ്ത്ത് വൺ, സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറയുമ്പം അത് കണക്റ്റഡ് വിത്ത് സീറോ ആണെന്ന് പറയും. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിലെ എലമെന്റ്സ് എല്ലാം സീറോ ആണെങ്കിൽ ആ മെട്രിക്സ് ആണ് സീറോ മെട്രിക്സ്. അതിൻ്റെ ഓർഡർ എന്ത് വേണേലും ആകാം. നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് സെയിം ആകാം, ഡിഫറെൻ്റ് ആകാം, സ്ക്വയർ മെട്രിക്സ് ആകാം, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ മെട്രിക്സ് ആകാം. ബട്ട് അതിനകത്തുള്ള എലമെന്റ്സ് എല്ലാം സീറോ ആയിരിക്കണം. ഓക്കെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എഴുതി 0 0 0 0. ഇതൊരു സീറോ മെട്രിക്സിന് എക്സാമ്പിളാണ്. ഇനി അതല്ലെങ്കിൽ ഇവിടെ 0 0 0 ഇങ്ങനെ എഴുതി, ഇതും ഒരു സീറോ മെട്രിക്സിന് എക്സാമ്പിളാണ്. ഇത് ഫസ്റ്റ് വൺ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഷേപ്പിൽ സ്ക്വയർ മെട്രിക്സ് ആണ്. സെക്കൻഡ് വൺ ഒരു റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണ്. ബട്ട് ഏതായാലും കുഴപ്പമില്ല, അതിനകത്തുള്ള എലമെന്റ്സ് എല്ലാം സീറോ ആയാൽ അതാണ് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സിന് വേറൊരു പേരുണ്ട്, നൾ മെട്രിക്സ്. സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, ഓരോ നെയിമും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ മെട്രിക്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓൾ എലമെന്റ്സ് എക്സെപ്റ്റ് ഡയഗണൽ ആർ സീറോ. ഓൾ എലമെന്റ്സ് എക്സെപ്റ്റ് ഡയഗണൽ ആർ സീറോ. ഓക്കെ, ഇപ്പോൾ ഒരു 2x2 മെട്രിക്സ് ഉണ്ട്. അതിനകത്ത് ഡയഗണൽ എലമെന്റ്സ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം സീറോ ആയിരിക്കണം. ഇപ്പം ഞാനിവിടെ 1 0 0 3 എങ്ങനെ എഴുതിയാൽ ഇതിനകത്ത് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ 1 and 3 അതല്ലേ. 1 and 3 ആണ് ഡയഗണൽ എലമെന്റ്സ്. അത് സീറോ അല്ല, ബാക്കിയുള്ളതെല്ലാം സീറോ ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 3x3 മെട്രിക്സ് എഴുതി. ഓക്കെ, ഇവിടെ 3 0 0 0 1 0 0 0 2. ഇത് ഒരു ഡയഗണൽ മെട്രിക്സാണ്. കാരണം ഇതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് മാത്രം ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും, ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം സീറോ ആയിരിക്കും. ഈ ടൈപ്പ് മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ഇനി ഇവിടെ ഡയഗണൽ മെട്രിക്സ് എല്ലാം സെയിം അല്ല, ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ് നമുക്ക് കാണുന്നത്. ബട്ട് ഈ ഡയഗണൽ ഈ ഡയഗണൽ എലമെന്റ് എല്ലാം സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിന് പറഞ്ഞ പേരാണ് സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ്. മനസ്സിലായോ? ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആയിട്ടുള്ള മെട്രിക്സ്. ഇപ്പം ഞാൻ എഴുതുക, ഇവിടെ 1 3 എന്ന് എഴുതി. ഇപ്പം രണ്ടും 3 ആയിരുന്നു എന്ന് വെച്ചോ. 3 0 0 3 എന്ന് പറഞ്ഞാൽ ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്. ഇതിനകത്ത് ഡയഗണൽ എലമെന്റ്സ് സെയിം ആയി. ഇനി ഇവിടെ 3 1 2ന് പകരം ഈ എലമെന്റ് എല്ലാം 3 അല്ലെങ്കിൽ എലമെന്റ് എല്ലാം 1 അങ്ങനെ സെയിം എലമെന്റ് വന്നാൽ ഇപ്പം ഇവിടെ 2 0 0 0 0 2 0 0 ഡയഗണൽ എലമെന്റ് എന്ന് പറയുമ്പം സ്ക്വയർ മെട്രിക്സ് ആകണം. അപ്പം ഇവിടെ നോക്കിക്കോ. ദെൻ 2 0 0 0 2 0 0 0 2.
ഇങ്ങനെ പറയുമ്പം ഇതിനകത്ത് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 2 ആണ് അല്ലേ? ബാക്കി എലമെന്റ് എല്ലാം 0യും. ഇങ്ങനെ വരണ മെട്രിക്സ് ആണ് സ്കെയിലാർ മെട്രിക്സ്. ഓക്കെ. ഇനി ഒരു ടൈപ്പ് മെട്രിക്സും കൂടെ ഉള്ളത് ദാറ്റ് ഈസ് ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ്. ദാറ്റ് ഈസ് 8th one. ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടു സ്കെയിലാർ മെട്രിക്സ്. ആ സ്കെയിലാർ മെട്രിക്സിലെ എലമെന്റ്സ് എല്ലാം 1 ആയാൽ, ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയാൽ അതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ദാറ്റ് ഈസ് 1 0 0 1 എന്ന് പറഞ്ഞാൽ ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആയി അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് ആയി. നമ്മൾ സീറോ മെട്രിക്സിന് അനദർ നെയിം നൾ മെട്രിക്സ് എന്ന് പറഞ്ഞതുപോലെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ അനദർ നെയിമാണ് യൂണിറ്റ് മെട്രിക്സ്. ദാറ്റ് ഈസ് 1 0 0 1. ഇനി വേറൊരു ഐഡന്റിറ്റി മെട്രിക്സ് എഴുതിയാൽ 1 0 0 0 1 0 0 0 ആൻഡ് 1. ഇത് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് ആണ്. കാരണം ഇവിടെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിരുന്നു, ബാക്കി എലമെന്റ് എല്ലാം 0യും. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് എ മെട്രിക്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് ആണ്. നമ്പർ ഓഫ് റോ ആൻഡ് കോളത്തിനെയാണ്, അതിനെ രണ്ടിനെയും കൂടെ കൂട്ടിയാണ് നമ്മൾ ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർഡർ ഓഫ് മെട്രിക്സ് അറിഞ്ഞാൽ അതിനകത്തെ ഇപ്പം m/n എന്നൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ m എന്ന് പറഞ്ഞത് അതിനകത്തെ നമ്പർ ഓഫ് റോസും n അതിനകത്തെ നമ്പർ ഓഫ് കോളംസും ആയിരിക്കും. അത്രയും മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ പഠിച്ച ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. റോ മെട്രിക്സ്, ഒരു റോ മാത്രമുള്ളത്. കോളം മെട്രിക്സ്, ഒരു കോളം മാത്രമുള്ളത്. സ്ക്വയർ മെട്രിക്സ്, നമ്പർ ഓഫ് റോസും കോളംസും സെയിം ആയിട്ടുള്ളത്. റെക്റ്റാങ്കുലർ മെട്രിക്സ്, നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിട്ടുള്ളത്, എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് അല്ലാതെ ബാക്കിയെല്ലാം 0 ആയിട്ടുള്ള മെട്രിക്സ്, അതാണ് ഡയഗണൽ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആയിട്ട് വന്നാൽ ദാറ്റ് ഈസ് സ്കെയിലാർ മെട്രിക്സ്. ഇനി ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അല്ല യൂണിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ മെട്രിക്സിലെ എലമെന്റ് എല്ലാം സെയിം എന്നുള്ളതിന് പകരം ഇവിടെ 1 ആയിരിക്കും. എല്ലാ എലമെന്റും ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1ഉം ബാക്കി എലമെന്റ് എല്ലാം 0യും ആയിട്ട് വന്നാൽ അതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ് അങ്ങനെയുള്ള നെക്സ്റ്റ് പോർഷൻസ് പഠിക്കാം. ഓക്കെ.